നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. ദേശീയപാത ചേറ്റുവയിൽ വെള്ളക്കെട്ട് മൂലം വ്യാപാരികൾ ദുരിതത്തിൽ. വൃക്ഷത്തൈ നട്ടും പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തും ലോക പരിസ്ഥിതി ദിനാചരണം. SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം കരസ്ഥമാക്കിയ കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി വിദ്യാലയത്തെ അനുമോദിക്കാനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. വാർത്തകളിലേക്ക് വിശദമായി. ദേശീയപാത 66 ചേറ്റുവയിൽ വെള്ളക്കെട്ട് മൂലം വ്യാപാരികൾ ദുരിതത്തിലായി. ദേശീയപാത നിർമ്മാണ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അനാസ്ഥയാണ് പ്രദേശത്തും ദേശീയപാതയിലും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നാണ് ആരോപണം. ചേറ്റുവ കടവ് സർവീസ് റോഡ് ടാറിംഗ് ചെയ്യാത്തത് മൂലം ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ദുരിതത്തിലായി. സർവീസ് റോഡിൽ ചളി കുത്തിക്കിടക്കുന്നത് മൂലം സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഇവിടെ വഴുതി വീണ് അപകടത്തിൽപ്പെട്ടിരുന്നു. ദേശീയപാതയോരത്തെ കാന അശാസ്ത്രീയമായി നിർമ്മിച്ചത് മൂലമാണ് ദേശീയപാതയോരത്തെ സർവീസ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ പ്രധാന കാരണം. ചേറ്റുവ ചുള്ളിപ്പടി സർവീസ് റോഡിൽ വ്യാപാര സ്ഥാപനങ്ങളും വർക്ക്ഷോപ്പും ഉൾപ്പെടെ വെള്ളക്കെട്ടിലായി. ദേശീയപാത സർവീസ് റോഡിന് സമീപമുള്ള കാനകളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന മണലും സിമന്റ് അവശിഷ്ടങ്ങളും വൃത്തിയാക്കി വെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കാനയ്ക്ക് മുകളിൽ അടഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ അടിയന്തരമായി തുറന്ന് പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നടപടികൾ ദേശീയപാത കരാർ കമ്പനിയെ അടിയന്തരമായി സ്വീകരിക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകനായ ലത്തീഫ് കിട്ടുമ്മൽ ആവശ്യപ്പെട്ടു. ദേശീയപാത 66 കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് ഈ പ്രദേശത്ത് ഈ കാണുന്ന വെള്ളക്കെട്ടുകളെല്ലാം. സർവീസ് റോഡുകൾ മുഴുവനായിട്ടും വെള്ളത്തിനടിയിലാണ്. ഈ പ്രദേശത്ത് കൂടെ കടന്നു പോകുന്ന കാന അടഞ്ഞത് മൂലമാണ് ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇത്രയും വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമാകാൻ കാരണം. ഇതിന് പ്രധാന കാരണം ദേശീയപാത കരാർ കമ്പനിയുടെ അനാസ്ഥ തന്നെയാണ്. അതിന് കൃത്യമായ രീതിയിൽ ഒരു പരിശോധന നടത്താനോ മറ്റു ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഈ പ്രദേശത്തില്ല. ഇവിടെ നടക്കുന്നത് മുഴുവൻ ദേശീയപാത കരാർ കമ്പനിയുടെ തോന്നിവാസമാണ്. കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF സർക്കാർ 1970-ലെ C. അച്യുതമേനോൻ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുൻ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ MLA. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUവിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ സംഘടിപ്പിച്ച തരിശ് ഭൂമിയിൽ കൃഷിയിറക്കൽ പരിപാടി അന്തിക്കാട് പഞ്ചായത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് BS പ്രിൻസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ KV ഇന്ദുലാൽ, PS ജയൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PM നിക്സൺ, CPI മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, TK മാധവൻ, BKMU മണ്ഡലം സെക്രട്ടറി സജീവൻ മാക്കോത്ത്, പ്രസിഡന്റ് VV പ്രദീപ്, ട്രഷറർ TP രഞ്ജിത് കുമാർ എന്നിവർ സംസാരിച്ചു. കണ്ടശങ്കടവ് ശിവനങ്ങാടി മാമ്പുള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, അന്നദാനം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ഗജവീരന്റെ അകമ്പടിയിൽ പഞ്ചവാദ്യം, മേളം എന്നിവയോടുകൂടിയ എഴുന്നള്ളിപ്പും ദീപാരാധനയ്ക്ക് ശേഷം ദീപക്കാഴ്ച, വർണ്ണമഴ, നൃത്തസന്ധ്യ എന്നിവയും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി.
ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിശുദ്ധ അൽഫോൺസ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അൽഫോൺസ മാവിൻ തൈ നട്ടു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയ പരിസരത്ത് നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ജോൺ അയക്കാനയിൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് അംഗങ്ങളും വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വൃക്ഷത്തൈ നട്ടത്. വരും തലമുറകൾക്ക് ഹരിത സമാനമായ ഒരു ലോകം സമ്മാനിക്കാനുള്ള ചെറിയൊരു ചുവടുവെപ്പായി ഈ പ്രവർത്തനം മാറട്ടെയെന്ന് സംഘാടകർ അറിയിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടനപ്പള്ളി മേഖല പരിസ്ഥിതി ദിനാചരണം നടത്തി. എങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സേവിയർ പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. AKPA മേഖലാ പ്രസിഡന്റ് CS സുരേഷ് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി KM ഷനൂപ്, പോൾസൺ പുലിക്കോട്ടിൽ, PJ ആലിസ്, രമേശ് അനന്യ, KS നരേന്ദ്രൻ, CM രാജു, AB ഫ്ലഡൻഡോ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾക്ക് മുമ്പ് ഇടവേള. ഒമ്പതാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG Gold and Diamonds വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG Gold and Diamonds വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പീപ്പിൾസ് ഫൗണ്ടേഷൻ തൃപ്രയാർ സംഘടിപ്പിച്ച വൃക്ഷത്തൈ നടൽ പരിപാടി സംവിധായകൻ KB മധു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലോകം ഏറ്റവും കൂടുതൽ ഒരു ഏതെങ്കിലും പഠനം നടത്തേണ്ട ഒന്ന് കാലാവസ്ഥ വ്യതിയാനവും മറ്റൊന്ന് ആഗോള താപനമാണ്. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് സത്യത്തിൽ വലിയ ഇഷ്യൂസ് ഇല്ല. നമ്മൾ എല്ലാ മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എങ്ങനെ ഒരു 10 മരം വയ്ക്കും. അതല്ല അന്യ സംസ്ഥാനക്കാർ നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മളെ കുറിച്ച് പറയുന്നതിലെ ഒരു സംഭവമാണ് ഒരു മലയാളി അവൻ്റെ വീട്ടിൽ മിനിമം ഒരു 6 മരം, അത് ഫോറസ്റ്റ് മരങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഫലവൃക്ഷ നമുക്ക് ആവശ്യമായിട്ടുള്ള കായ്കനികൾ കിട്ടുന്ന മരങ്ങളുണ്ടാവും എന്നുള്ളത് ഏറ്റവും വലിയൊരു മലയാളിയുടെ ഒരു സ്വഭാവമാണ്. പീപ്പിൾ ഫൗണ്ടേഷൻ ചെയർമാൻ സലീഷ് തണ്ടാശ്ശേരി പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. അനിൽ പുളിക്കൽ അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, AN സിദ്ധപ്രസാദ്, സീന ഉണ്ണികൃഷ്ണൻ, PSP നസീർ, PC മണികണ്ഠൻ, PA ഫസൽ, സുരേഷ് PK, ശ്രീദർശ വടക്കൂട്ട് എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഭൂമിയെ കീഴടക്കുക എന്നത് അസാധ്യമാണ്. ഭൂമിയോട് ഇണചേർന്ന് ജീവിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. പ്രകൃതിയെ മത്സരിച്ച് വിജയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രകൃതി സൗഹൃദമായി കഴിയുക എന്നതാണ് നമ്മുടെ ധർമ്മം. വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. വാടനപ്പള്ളി കൃഷിഭവനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബ്ബും NSS യൂണിറ്റും ചേർന്നാണ് ദിനാചരണം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത PI വൃക്ഷത്തൈകൾ വിദ്യാർത്ഥികൾക്ക് നൽകി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. തുടർന്ന് സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെയും NSS യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ ജില്ലാ പഞ്ചായത്ത് അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും PTA അംഗങ്ങളും കൃഷിഭവനിലെ ഓഫീസറും ചേർന്ന് സ്കൂൾ പരിസരത്ത് നട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈന മുഹമ്മദ്, സ്കൂൾ പ്രിൻസിപ്പൽ PM കണ്ണൻ, വൈസ് പ്രിൻസിപ്പൽ ഹനീഫ VM, PTA വൈസ് പ്രസിഡന്റ് സൗമ്യ സുനിൽകുമാർ, MPTA പ്രസിഡന്റ് സുൽഫത്ത് RM, വികസന സമിതി ചെയർമാൻ BB അഹമ്മദ്, കൃഷിഭവൻ ഓഫീസർ ശബരിനാഥ്, സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ PV ലതിക, NSS കോർഡിനേറ്റർ KP ഷരീഫ് എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട പ്രവർത്തനവുമായി തൃത്തല്ലൂർ UP സ്കൂളിലെ കുട്ടികൾ. ലോക പരിസ്ഥിതി ദിനത്തിന് പ്രാദേശിക പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ച് കുട്ടികൾ നടത്തിയ പരിസ്ഥിതി ഉച്ചകോടി ശ്രദ്ധേയമായി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് 33 പ്രബന്ധങ്ങൾ ഉച്ചകോടിയിൽ കുട്ടികൾ അവതരിപ്പിച്ചു. കുട്ടികളുടെ പരിസ്ഥിതി ഉച്ചകോടി ദേശീയ അധ്യാപക പുരസ്കാര ജേതാവും വനമിത്ര അവാർഡ് ജേതാവുമായ KS ദീപൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക PV ശ്രീജ മൗസ്മി അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാന അധ്യാപികമാരായ KG റാണി, K ജയവല്ലി, CP ഷീജ എന്നിവർ മോഡറേറ്റർമാരായി. PTA വൈസ് പ്രസിഡന്റ് സനിത സുരേഷ്, PK ഷീബ, NS നിഷ, അജിത്ത് പ്രേം P, V ഉഷാകുമാരി, ഋഷികേശ് എന്നിവർ സംസാരിച്ചു. പ്രളയത്തിൽ മുങ്ങിയ വാടനപ്പള്ളിയിലെ നടുവിൽക്കര പ്രദേശത്തിന്റെ ഓർമ്മയിൽ ഇനിയും നടുവിൽക്കരയിൽ വെള്ളപ്പൊക്കമുണ്ടാവുമെന്ന ആശങ്ക അറിയിച്ച BS നിവേദിന്റെ പ്രബന്ധം ശ്രദ്ധ നേടി. തോടുകളും വയലുകളും നികത്തി പുതിയ ദേശീയപാത ബൈപ്പാസ് കെട്ടിയുയർത്തി നടുവിൽക്കരയിലൂടെ പോകുന്നത് വലിയ വെള്ളക്കെട്ടിന് സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹരിതകർമ്മസേന ഉണ്ടായിട്ടും തോടുകളിൽ മാലിന്യം നിറയുന്ന വിഷയം അവതരിപ്പിച്ച് മിലൻ ദേവും RJ ആദിലും ആശങ്ക അറിയിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് BJP നാട്ടിക കർഷക മോർച്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമൻകുളം പരിസരത്ത് വൃക്ഷത്തൈ നടുകയും പങ്കെടുത്തവർക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശരേഷ് ശങ്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക കർഷക മോർച്ച പ്രസിഡന്റ് ഷൈൻ ഇയാനിത്തറ അധ്യക്ഷത വഹിച്ചു. സുരേഷ് ഇയാനി, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ പാടത്തിപ്പറമ്പിൽ, ബൂത്ത് ഇൻചാർജ് ജയപ്രകാശ് വാളക്കടവിൽ, ജ്യോതിദാസ്, മഹിളാ മോർച്ച പ്രസിഡന്റ് രഹന ബിനീഷ്, സെക്രട്ടറി അനുപമ ഗോപാലകൃഷ്ണൻ, അജയൻ തോട്ടുപുര, യതീഷ് ഇയാനി, സത്യപ്രഭ വടയേരി, ശിവപ്രസാദ് ആലയ്ക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ നാട്ടിക BJPയുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ഈ പരിപാടി വളരെ നല്ല പരിപാടിയാണ്. കാരണം ഇതുമാതിരി ഓരോ ദിവസവും ഓരോരുത്തർക്ക് പ്രത്യേകത അതിൻ്റെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. മദേഴ്സ് ഡേ, അതുമാതിരിയുള്ള ഓരോ ദിവസങ്ങൾ അമ്മമാരെ എങ്ങനെയാണെന്ന് നോക്കുന്ന ആ ഇത്
അതേമാതിരി ഇപ്പോൾ ലോകത്തിൽ മുഴുവനും വൃക്ഷങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് ഓക്സിജൻ കിട്ടുന്നത് ഒരുപാട് മരങ്ങൾ അതുമാതിരിയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അതുപോലും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂളിൽ പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പരിസ്ഥിതി ദിന ആഘോഷ പരിപാടികൾ സ്കൂൾ മാനേജർ ഫാദർ സിൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ, ഹെഡ്മിസ്റ്റസ് സീജ ജോസഫ് എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. മേരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പരിസരം ഫലവൃക്ഷ സമ്പന്നമാക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ മാനേജർ, PTA പ്രസിഡന്റ്, ഹെഡ്മിസ്റ്റസ്, ഹരിതസേനാംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്കൂൾ പരിസരത്ത് ഫലവൃക്ഷ തൈകൾ നട്ടു. കൺവീനർ ആൻസി പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരിടവേള കൂടി. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ SNGS HSS കാരമുക്ക് വിദ്യാലയത്തെ അനുമോദിക്കാനായി കേന്ദ്ര സഹമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപി എത്തി. തുടർച്ചയായി 100% നേടുന്ന വിദ്യാലയത്തിലെ അധ്യാപകരെയും പ്രധാന അധ്യാപികയെയും അദ്ദേഹം അനുമോദിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയ അങ്കണത്തിൽ വൃക്ഷത്തൈക്ക് ദേവദാസ് എന്ന പേര് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ചെടി നട്ടത്. കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശവും നൽകി. സ്കൂൾ പ്രധാന അധ്യാപിക ജയന്തി N. മേനോൻ, PTA പ്രസിഡന്റ് ജോഷി PB, സ്കൂൾ മാനേജർ പ്രദീപ്, സമാജം സെക്രട്ടറി ശശിധരൻ, സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു.
ഇങ്ങനെ 100% വിജയമെന്ന് പറയുന്നത് എത്ര സ്കൂളുകൾക്കുണ്ടെന്ന് ലോകത്താർക്കും അറിയത്തില്ല. ഇന്നത് വലിയ വിളംബരം നൽകി സ്കൂളിൻ്റെ പെരുമയാണ് ആദ്യം പൊന്തി വരുന്നത്. ആ സ്കൂളിലേക്ക് ഒരുപക്ഷെ അധ്യാപകരുടെ മികവ് അതിനകത്ത് നിന്ന് അളക്കപ്പെട്ട് ആ സ്കൂളിലേക്ക് പിന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അച്ഛനമ്മമാരുടെ ഒരു മാരത്തോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. നല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകണം. പഠിച്ച് സമ്പാദിക്കുന്ന അറിവിൽ നിന്ന് അല്ലെങ്കിൽ വിസ്ഡം, അതിൽ നിന്ന് നമുക്ക് രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാനുണ്ട്. നമുക്കെന്നും ഈ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ പോകാനൊക്കത്തില്ല. ലോകം മുന്നേറുമ്പോൾ നമ്മുടെ രാജ്യവും മുന്നേറും. ഇല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തെ പിന്തുടർന്ന് ഒരുപാട് രാജ്യങ്ങൾ ആ മുന്നേറ്റത്തെ ഒരുപക്ഷെ വകവെച്ചുകൊണ്ട് അവർക്ക് പിന്തുടരാനാവണം. അതിന് കാരണക്കാരാവേണ്ട കുഞ്ഞുങ്ങളാണ് ഒരുപക്ഷെ ഈ സ്കൂളിൽ നിന്ന് 100% വിജയം കൈവരിച്ച് പോയിരിക്കുന്നത്. ബാക്കി അവശേഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, ഇനി സ്കൂളിലേക്ക് വരാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതൊരു വലിയ മാതൃക മാത്രമല്ല, വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായി പഠിക്കണം. നല്ല മക്കളായിട്ടും ഈ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല പൗരന്മാരായിട്ടും വളർന്നു വരണം. ലോക പരിസ്ഥിതി ദിനം കൃഷി വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാലയങ്ങളിൽ ആചരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിൽ നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ് അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഭില പ്രസാദ്, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരായ TP സോമൻ, ഷാമില സലീം, വാർഡ് മെമ്പർമാരായ സനി രാജു, നിഷ ഉണ്ണികൃഷ്ണൻ, പവിത്രൻ, സിന്ധു സിദ്ധപ്രസാദ്, KK സന്തോഷ്, കൃഷി ഓഫീസർ NV ശുഭ, പ്രധാനാധ്യാപിക പ്രിയ എന്നിവർ സംസാരിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. നമ്മളെല്ലാവരും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളുകളിലും ഒക്കെ നമ്മളിത് ആചരിച്ചു പോകുന്നുണ്ട്. വർഷങ്ങളായി നമ്മളിത് ആചരിച്ചു പോകുന്നുണ്ട്. ഈ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല നമ്മളുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ പൂർവികർ, അതായത് കഴിഞ്ഞ ഇതിലുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. അതായത് മരം മുറിച്ച്, അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, ഇതൊക്കെ വർദ്ധിച്ചത് കാരണമാണ് നമ്മളുടെ ഈ കാലാവസ്ഥയിൽ തന്നെ വന്നിട്ടുള്ള വ്യതിയാനങ്ങളെല്ലാം. ചാഴൂർ LP സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 100 ചട്ടികളിൽ പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിച്ചു. ഉദ്ഘാടന കർമ്മം ചാഴൂരിലെ കർഷകനായ സുനിൽ വാഴപ്പള്ളി നിർവഹിച്ചു. പ്രധാന അധ്യാപിക ഹരിത, ഷിജി എന്നിവർ സംസാരിച്ചു. എനിക്ക് കൃഷി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. റോഡ് സൈഡിൽ എല്ലായിടത്തും ഞാൻ ഒരു തൈയും പുല്ലുകൊട്ടാണ് പരിപാടി. അപ്പോൾ ആ ചെടി കണ്ടു കഴിഞ്ഞാൽ പോയിക്കൊണ്ടുപോയി പറിച്ച് ഞാൻ നടും, എവിടെയൊക്കെ കണ്ടായാലും. അപ്പോൾ ഇവിടെ സ്കൂളിൽ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് കണ്ടപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറേ ചെടികളൊക്കെ വെച്ച് നല്ലൊരു ഭംഗി ഉണ്ടാക്കണം സ്കൂളിന്. അപ്പോൾ ടീച്ചർമാരും പിള്ളേരും കൂടി എല്ലാവരും സഹകരിച്ചപ്പോൾ നല്ലൊരു തോട്ടം ഉണ്ടാക്കാൻ ഒന്നുകൂടിയും പുരോഗമിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പ്രാവശ്യം തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനമാണ്. നമ്മൾ ഈ വർഷം പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. 100 ചട്ടിയിലധികം ചട്ടികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെല്ലാത്തിലും തൈകൾ നട്ട് വളർത്തി നല്ലൊരു പച്ചക്കറി തോട്ടം തന്നെ ഉണ്ടാക്കാൻ ഞങ്ങൾ ഈ വർഷം തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിലേക്ക് ഓണത്തിൻ്റെ സമയത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ട് ഒരുപാട് പൂക്കൾ നമുക്ക് ആളുണ്ടാക്കി തന്നു. നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയാണ് കൃഷി ചെയ്തത്, കുട്ടികളും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫലം തന്നെ ലഭിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റി ബോർഡിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. തൃത്തല്ലൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഗിരീഷ് മാത്തുക്കാട്ടിൽ വൃക്ഷത്തൈ നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. AR വാസു അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ശ്രീ വാസുദേവൻ നമ്പൂതിരി, സുരേഷ് VV, മധു KJ, സുനിൽ തൃപ്പുണത്ത് എന്നിവർ സംസാരിച്ചു. കനത്ത മഴയിൽ എസംപുരം പൊഴയങ്കാവിൽ റോഡരികിലെ മരം വീണ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെള്ളാങ്ങലൂർ കാരുമാത്ര സ്വദേശി ബ്ലാഹയിൽ ഇല്ലം മണികണ്ഠൻ ശാന്തിയാണ് മരിച്ചത്.
ഇന്ന് രാവിലെ 9:30 എസംപുരം പി ബംബലൂർ റോഡിൽ പുഴയങ്കാവ് ഷാപ്പിനടുത്തായിരുന്നു അപകടം. ഇദ്ദേഹം സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കെ കനത്ത മഴയിൽ റോഡരികിലെ വാഗമരം കടപുഴകി ദേഹത്തേക്ക് വീഴുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ സക്കരിയ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി.ഡി. പരമേശ്വരൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി.സി. മനോജ്, കെ പവിത്രൻ, ജിഷ ഉണ്ണികൃഷ്ണൻ, CDS ചെയർപേഴ്സൺ CB. ആര്യ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ കളിസ്ഥലത്തിന് വേണ്ടി 3 ഏക്കറിലധികം സ്ഥലം സംഭാവന ചെയ്ത CJ പോൾസൺ, ഗ്രാമപ്രദേശങ്ങളിൽ സൗജന്യമായി കുടിവെള്ള വിതരണം നടത്തുന്ന ഇസ്മയിൽ ഹാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ഫലവൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുകയും മാലിന്യ നിർമ്മാർജ്ജന പുരോഗതി വിലയിരുത്തുകയും തുടർന്ന് മഴക്കാല കെടുതികൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. നമ്മൾ ചെയ്യണം. നമുക്ക് ഭാഷാവർക്കർമാർക്കറിയാം, അധ്യാപകർക്കും വീടാന്തരം പോകുമ്പോഴും അവർക്ക് ചെയ്യേണ്ട സംവിധാനം നമ്മൾ കൃത്യമായിട്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. മഴ കനത്തതോടെ കയ്പമംഗലത്ത് ദേശീയപാത സർവീസ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാവുകയാണ്. ചന്ദ്രാപിന്നി, കാളമുറി, വഴിയമ്പലം എന്നിവിടങ്ങളിൽ സർവീസ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. കുഴികളിൽ വെള്ളക്കെട്ടായതോടെ യാത്രക്കാർക്ക് കുഴികൾ തിരിച്ചറിയാൻ കഴിയാതെ അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ബൈക്ക് യാത്രക്കാർ കുഴികളിൽ വീണ് അപകടവും സംഭവിക്കുന്നുണ്ട്. കാളമുറി പടിഞ്ഞാറേ സർവീസ് റോഡിൽ കുഴികളിൽ വീഴാതിരിക്കാൻ നാട്ടുകാർ കുഴിക്കരികിൽ വലിയ ഡ്രം കൊണ്ടുവച്ചിരിക്കുകയാണ്. ചന്ദ്രാപിന്നിയിൽ കിഴക്കേ സർവീസ് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടെയും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. +2 പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം നേടിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗത്തിൽ മെറിറ്റ് ഡേയും പരിസ്ഥിതി ദിനാചരണവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ BB സജിത്ത് അധ്യക്ഷത വഹിച്ചു. മ്യൂസിക് റിയാലിറ്റി ഷോ താരം ഗോവിന്ദ് വേനായിത്ത് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ഹയർ സെക്കൻഡറി എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, പ്രധാന അധ്യാപകൻ KS കിരൺ, ഇംഗ്ലീഷ് മീഡിയം LP വിഭാഗം പ്രധാന അധ്യാപിക BV അമ്പിളി, PTA പ്രസിഡന്റ് MD സുരേഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, LP വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ PK മജീദ്, അധ്യാപകരായ സീമ, ജീന, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സംഗീത വിരുന്നും അരങ്ങേറി. പഠിപ്പിച്ച് ഏറ്റവും ടോപ്പിലെത്തിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അതൊരു അപൂർവ അപധാരമാണ്. കാര്യം നമ്മൾ പല അധ്യാപകരെയും കാണാറുണ്ട്. എന്തിനു വേണ്ടിയാണെന്നുള്ള ഓരോരുത്തർക്കും ഓരോ സമീപനങ്ങളാണ്. ഒന്ന് ജീവിതോപാധിയാണ് അധ്യാപനം, രണ്ടാമതാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി വേറൊന്നുണ്ട്. ഞങ്ങളുടെ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ജീവിത ഉപാധി, ജീവിക്കാനുള്ള കാശുണ്ടാക്കണമെങ്കിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് അധ്യാപനമാകാം, ആതുര സേവനമാകാം. എന്നാൽ അതിലുപരി മറ്റൊന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യം. നമ്മൾ കുട്ടികളെ നിന്ന് പഠിക്കുന്നതാണ്. കുട്ടികൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കിയാൽ കാണുന്ന അവരൊരു സംതൃപ്തിയുണ്ട്, ഒരു കണ്ടൻമെൻ്റ് ഉണ്ട്. ആ കാര്യം വിജയികൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് എല്ലാ വിജയാശംസകളും നേരുകയാണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വിജയാശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. അപ്പോൾ എല്ലാവരും മാഷ് പറഞ്ഞ പോലെ നല്ല വിജയമൊക്കെ നേടുക. അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് ഗസ്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായ ഒരു കാര്യമാണ്. അപ്പോൾ ഭയങ്കര വേറെ ഫംഗ്ഷനിൽ പോകുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഈ പഠിച്ച സ്ഥലത്ത് വളരെ ഒരു പ്രത്യേക ഒരു ഫീലാണത്. ഞാനിവിടെ +1 +2 പഠിച്ചിട്ടില്ലെങ്കിലും ഇവിടെ ഹൈസ്കൂളിൽ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അന്തിക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തൃശൂർ താലൂക്ക് ചെത്ത് തൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘത്തിൽ 32 വർഷത്തെ സേവനത്തിന് ശേഷം സെക്രട്ടറി KV വിനോദൻ മെയ് 31 പടിയിറങ്ങി. വായ്പയിലും നിക്ഷേപത്തിലും വൻ വർധനവ് വരുത്തി ഭദ്രമായ സാമ്പത്തിക അടിത്തറ നൽകി ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചെടുത്താണ് സഹകരണ സംഘത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. 217 കോടി രൂപയുടെ നിക്ഷേപവും 175 കോടി രൂപയുടെ വായ്പയും നൽകി കേരളത്തിലെ മാതൃകാ സംഘമായി വളർത്തി. ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘമാക്കി മാറ്റി.
1994 പ്യൂൺ ആയാണ് സർവീസിൽ പ്രവേശിക്കുന്നത്. 2017 സെപ്റ്റംബറിൽ സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്തു. ഈ കാലയളവിൽ കാഞ്ഞാണി സെന്ററിൽ സ്ഥലവും കെട്ടിടവും വാങ്ങി സൂപ്പർ മാർക്കറ്റും നീതി മെഡിക്കൽ സ്റ്റോറും തുടങ്ങി. അന്തിക്കാട് ഹെഡ് ഓഫീസ് നവീകരിച്ചു. പെരുമ്പിളിശ്ശേരിയിൽ ബ്രാഞ്ച് തുടങ്ങി. പെരിങ്ങോട്ടുകര ബ്രാഞ്ച് നവീകരിച്ചു. കുന്നത്തങ്ങാടിയിൽ നീതി മെഡിക്കൽ സ്റ്റോർ തുടങ്ങി. എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങൾ സംഘം കൈവരിച്ചാണ് കെ വി വിനോദന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കം. CPI മണലൂർ മണ്ഡലം സെക്രട്ടറി, ജില്ലാ കൌൺസിൽ അംഗം, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ഇപ്പോൾ CPI മണലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും മണലൂർ പഞ്ചായത്ത് അംഗവുമായി പ്രവർത്തിക്കുന്നു. 32 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സെക്രട്ടറി കെ വി വിനോദന് ഭരണസമിതി യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം മുൻ മന്ത്രി BS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് CR മുരളീധരൻ അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK കൃഷ്ണൻ, മുൻ പ്രസിഡന്റുമാരായ KM ജയദേവൻ, TK മാധവൻ, CPI നാട്ടിക മണലൂർ മണ്ഡലം സെക്രട്ടറിമാരായ KM കിഷോർ കുമാർ, VR മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും താഴെ ഇതിൻ്റെ വാച്ച്മാൻ എന്ന പോസ്റ്റിലേക്ക് വന്ന ശേഷം പടിപടിയായി ഉയർന്ന് സംഘത്തിൻ്റെ ഏറ്റവും ഉയർന്ന തസ്തികയായിട്ടുള്ള സെക്രട്ടറിയുടെ സ്ഥാനത്ത് 9 വർഷക്കാലം 9 കൊല്ലമായി സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സംഘത്തിന് വേണ്ട നിരവധി മാറ്റങ്ങളും വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി സംഘം ഇന്ന് വളരെ നല്ല ഒരു ഫിനാൻഷ്യലി സ്റ്റേബിളായ രീതിയിൽ തന്നെ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ആ കാലഘട്ടം പൂർത്തീകരിച്ച് വിനോദൻ ഇന്ന് ഈ സംഘത്തിൻ്റെ ഔദ്യോഗിക ജീവിതം തൊടുവിട പറയുകയാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം, വിനോദൻ നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവും പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പാന്തോട് മാങ്ങാട്ടുകര റോഡിലെ കുണ്ടിലും കുഴിയിലും മഴവെള്ളം നിറഞ്ഞത് മൂലം ഈ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. റോഡിലെ പല ഭാഗങ്ങളും മഴ പെയ്തതോടെ കിടങ്ങ് പോലെയായി. ഒറ്റമഴയിൽ റോഡിൽ നിറയെ വെള്ളമാണ്. മഴ കൂടുതൽ ശക്തമാകുന്നതോടെ ഈ റോഡ് പുഴ പോലെയാകുമെന്നും വെള്ളത്തിനടിയിലെ കുഴി ഏതെന്നറിയാതെ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും പരിസരവാസികൾ പറയുന്നു. അന്തിക്കാട് മണലൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ഈ റോഡിലൂടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാരാണ് ദിവസവും യാത്ര ചെയ്യുന്നത്. മഴക്കാലമായാൽ വെള്ളക്കെട്ടിൽ വീണും വേനലായാൽ റോഡിൽ നിന്ന് ഇളകിത്തെറിച്ച കരിങ്കല്ലുകളിൽ തട്ടി വീണും ഇരുചക്ര വാഹന കാൽനട യാത്രക്കാർ നിത്യദുരിതത്തിലാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശങ്കടവ് യൂണിറ്റിന്റെ ഗോൾഡൻ ജൂബിലി സ്മരണയ്ക്കായി പരിസ്ഥിതി ദിനത്തിൽ കണ്ടശങ്കടവ് ബോട്ട് ജെട്ടിയിൽ വൃക്ഷത്തൈ നട്ടു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷനായി. കണ്ടശങ്കടവ് SH ഓഫ് മേരീസ് LP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ജാസ്മിൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. സ്കൂൾ കുട്ടികൾക്ക് പച്ചക്കറി, പൂച്ചെടി തൈകൾ വിതരണം ചെയ്തു. യൂണിറ്റ് മർച്ചന്റ് വെൽഫെയർ പ്രസിഡന്റ് KP പ്രവീൺജിത്ത്, EJ എഡ്മണ്ട്, PO പോൾ, PS സൂരജ് എന്നിവർ സംസാരിച്ചു. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായി ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ രാകേഷ് കണിയാമ്പറമ്പിൽ വൃക്ഷത്തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുനിത സുനോജ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ടെസി റോസ് മുണ്ടശ്ശേരി, PTA അംഗം സലീഷ് എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ വൈമാളിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നാട്ടിക പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ആഘോഷം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പവിത്രൻ KV അധ്യക്ഷത വഹിച്ചു. നാട്ടിക പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ES പ്രീത മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി ഓഫീസർ ശുഭ, BEO ദീപേന്ദു, സിന്ധു AS, വൈമാൾ ജീവനക്കാരായ മെവിൻ സേവ്യർ, ബിനോജ്, റഷീദ് ഹംസ എന്നിവർ പങ്കെടുത്തു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദിവസം കൊണ്ട് മാത്രം തീരുന്നതല്ല പരിസ്ഥിതി ദിനം. അത് നമ്മൾ എന്നും നമ്മളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ച് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ നമ്മുടെ ഓരോ വീടുകളിലും വന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങളും ശേഖരിച്ച് കൊണ്ടുപോയി അത് പഞ്ചായത്തിൻ്റെ MCFൽ കൊണ്ടുവന്നു. അവിടെ നിന്നും ക്ലീൻ കേരള എന്നുള്ള കമ്പനി അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ അത് കൊണ്ടുപോയി റീസൈക്കിൾ ചെയ്തു
എടുക്കാവുന്ന കാര്യങ്ങളെല്ലാം റീസൈക്കിൾ ചെയ്തെടുക്കും. അതുപോലെ നശിപ്പിച്ച് കളയേണ്ടതെല്ലാം നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നമ്മുടെ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങളെയാണ് ഇന്നിവിടെ വൈമാളിൻ്റെ നേതൃത്വത്തിൽ ഈ പരിസ്ഥിതി ദിനത്തിൽ ആദരിക്കുന്നത്. നിങ്ങളോട് പറയാനുള്ളത്, ഓരോ ആദരവും നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾക്കുള്ള ചുമതല കൂട്ടിത്തരികയാണ് ചെയ്യുന്നത്. തളിക്കുളത്ത് മീൻ കയറ്റി വന്ന പിക്കപ്പ് വാൻ മറിഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:45 തളിക്കുളം കൊപ്രക്കളത്താണ് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് വരികയായിരുന്നു പിക്കപ്പ് വാൻ. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. റോഡിൽ ചെതറിക്കിടന്ന മീൻ ആംബുലൻസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ചേറ്റുവയിൽ വെള്ളക്കെട്ട് മൂലം വ്യാപാരികൾ ദുരിതത്തിൽ. വൃക്ഷത്തൈ നട്ടും പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തും ലോക പരിസ്ഥിതി ദിനാചരണം. SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം കരസ്ഥമാക്കിയ കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി വിദ്യാലയത്തെ അനുമോദിക്കാനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.